Hello everyone, welcome to this new video. So today we will learn about articles. A, and the are called articles. അപ്പം ഏതൊക്കെയാണ് articles? A, and the. ഇവർ മൂന്ന് പേരാണ് നമ്മുടെ articles. So what are actually articles? Articles are demonstrative adjectives used to point out person or thing. So demonstrative adjectives are used to point out person or thing. So a, and the, these articles are demonstrative adjectives. അതായത് a and the യൂസ് ചെയ്യുന്ന എന്തിനാണ്? ആൾക്കാരെയോ സാധനങ്ങളെയോ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് a and the. അപ്പോൾ articles are demonstrative adjectives used to point out person or thing. Articles are of two types, definite article and indefinite article. Definite article and indefinite article. A and an are indefinite articles. They suggest any person or thing. So indefinite articles means they suggest any person or thing. ഏതെങ്കിലും ആളെയോ ഏതെങ്കിലും സാധനത്തിനെയോ ആണ് സജസ്റ്റ് ചെയ്യുന്നെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണെന്ന് പറയാം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ് എയും ആനും. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ പേഴ്സൺ, ഒരു പ്രത്യേക സാധനമോ പ്രത്യേക ആളെയോ എടുത്ത് കാണിക്കുകയാണെങ്കിൽ അതെന്താണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ദ. അപ്പം എ ആൻഡ് ആൻ, എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ സജസ്റ്റ് എനി പേഴ്സൺ, ഏതെങ്കിലും ആളെയോ സാധനത്തെയോ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എ ആൻഡ് യൂസ് ചെയ്യും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രത്യേക ഏതെങ്കിലും ഒരു പ്രത്യേക ആളെയോ സാധനമാണ് ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ദ ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ബ്രിങ് എ ചെയർ, ബ്രിങ് ദ ചെയർ ലൈങ് നിയർ ദ ടേബിൾ. അപ്പോൾ ബ്രിങ് എ ചെയർ, ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ബ്രിങ് എ ചെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഏതെങ്കിലും ചെയർ അല്ലേ, ഒരു ചെയർ കൊണ്ടുപോകാൻ എന്നുള്ള മീനിങ് അല്ലേ ബ്രിങ് എ ചെയർ എന്ന സെൻറ്റൻസിന്. അപ്പം ഏത് ചെയർ ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ദ യൂസ് ചെയ്യുമ്പം ദ ചെയർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ദ ചെയർ ലൈങ് നിയർ ദ ടേബിൾ, ആ ടേബിളിന് അടുത്തുള്ള ചെയർ തന്നെ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു പ്രത്യേക ചെയറിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പം ദ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സാധനത്തിനെ കുറിച്ചോ ആളെക്കുറിച്ചോ പറയുകയാണെങ്കിലാണ് നമ്മൾ ദ യൂസ് ചെയ്യുക. ദ ചെയർ സജസ്റ്റ് ദാറ്റ് പെർട്ടിക്കുലർ ചെയർ നിയർ ദ ടേബിൾ, ആ ടേബിളിനടുത്തുള്ള ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ചെയറിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പം എ ആൻഡ് ദ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എയും ആനും ആക്ച്വലി സെയിം തന്നെയാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. അവർ ഏതൊക്കെ വേർഡ്സിനോട് യൂസ് ചെയ്യുന്നത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എയും ആനും സിംഗുലർ നമ്പറിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കൗണ്ടബിൾസിനോട് ഇപ്പം മിൽക്കൊക്കെ അൺകൗണ്ടബിൾ അല്ലേ, വാട്ടർ അവരൊക്കെ അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എയോ ആനോ യൂസ് ചെയ്യില്ല. വാട്ടർ എന്ന് പറയില്ല, മിൽക്കോ അങ്ങനെയൊന്നും പറയില്ല. എയും ആനും യൂസ് ചെയ്യുന്നത് സിംഗുലർ നമ്പറിലുള്ള, അതുപോലെ ബോയ്സ് എന്ന് പറയില്ല. സിംഗുലർ നമ്പറിലായിരിക്കണം, അതായത് ഒറ്റ ഒരാളായിരിക്കണം. സിംഗുലർ നമ്പർ, അതും കൗണ്ടബിൾസ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കിക്കോ. എ ബോയ്, എ ട്രീ, ആൻ ആപ്പിൾ, എ ഷോപ്പ്, ആൻ അംബ്രല്ല, ആൻ എഗ്. ഇവിടെ എല്ലാം കൗണ്ടബിൾസ് ഇൻ സിംഗുലർ നമ്പറാണ് അല്ലേ. അപ്പം എ ആൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി എ ഈസ് യൂസ്ഡ് ബിഫോർ കോൺസണൻറ്റ് സൗണ്ട്. വെനവർ എ കോൺസണൻറ്റ് സൗണ്ട് കംസ് എ ഈസ് യൂസ്ഡ്. അതായത് കോൺസണൻറ്റ് സൗണ്ട് വരുമ്പം എ ആണ് യൂസ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, കോൺസണൻറ്റ് ലെറ്റർ അല്ല, കോൺസണൻറ്റ് സൗണ്ട് ആണ്. എക്സാമ്പിൾ നോക്കിക്കോ. എ മാൻ, ഇവിടെ മാനിൽ എം എന്താണ്? മാ, കോൺസണൻറ്റ് സൗണ്ട് ആണ് അല്ലേ. അപ്പം വവൽസും കോൺസണൻറ്റും അറിയില്ലേ. വവൽസ് എന്ന് പറഞ്ഞാൽ എ, ഇ, ഐ, ഒ, യു, ഇവരാണ് നമ്മുടെ വവൽസ്. ബാക്കിയുള്ള എല്ലാ ആൽഫബറ്റ്സും എന്താണ്? കോൺസണൻ്റ് ആണ് അല്ലേ. എ ഫ്ലവർ, ഫ്ലവറിൻ്റെ കോൺസണൻറ്റ് സൗണ്ടാണ്. എ കൗ, ഇവിടെയും കോൺസണൻറ്റ് സൗണ്ടാണ്. അടുത്ത ശ്രദ്ധിക്കുക. എ യൂണിവേഴ്സിറ്റി, എ യൂറോപ്പിയൻ, എ 1 rupee നോട്ട്, എ 1-eyed മാൻ. ഇവിടെ യു, ഇ, ഒ ഇവരൊക്കെ എന്താണ്? വവൽസ് ആണ്. പക്ഷേ ഈ വവൽസിൻ്റെ കൂടെയൊക്കെ എ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതെന്തുകൊണ്ടായിരിക്കും? because university and European begins with vowels U and E, but both words are pronounced with U sound, which is a consonant sound. ഇവിടെ യൂണിവേഴ്സിറ്റിയും യൂറോപ്യനും ഒക്കെ ശ്രദ്ധിച്ചോ, സ്റ്റാർട്ട് ചെയ്യുന്നത് വവൽ ലെറ്റർ കൊണ്ടാണെങ്കിലും കോൺസണൻറ്റ് സൗണ്ടാണ് ഉള്ളത്. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം യു എന്നുള്ളൊരു സൗണ്ടാണ് വരുന്നത് അല്ലേ. യു എന്നൊരു സൗണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ യു എന്ന് പറയുന്നത് എന്താണ്? യു എന്ന് പറയുമ്പോൾ വൈ ആണല്ലേ വരുന്നത്. അപ്പോൾ വൈ എന്താ? കോൺസണൻ്റ് ആണ്. അപ്പോൾ കോൺസണൻ്റ് സൗണ്ട് വരുന്നത് കൊണ്ടാണ് യൂണിവേഴ്സിറ്റിയും യൂറോപ്യനൊക്കെ എന്താവുന്നത്? യൂസ് ചെയ്യുന്നത് അവരുടെ കൂടെ. അതുപോലെ വൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഡബ്ല്യു ആണല്ലേ വരുന്നത്. വൺ,
ഡബ്ല്യുവിൻ്റെ പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. ദ വേർഡ് വൺ ബിഗിൻസ് വിത്ത് വവൽ ഒ ബട്ട് വൺ ഈസ് പ്രൊനൗൺസ്ഡ് വിത്ത് ഡബ്ല്യു സൗണ്ട് വിച്ച് ഈസ് ഓൾസോ കോൺസണൻറ്റ് സൗണ്ട്. അപ്പം യൂറോപ്യൻ യു, അതുപോലെ 1 rupee നോട്ട്, 1 eyed മാൻ്റെ 1, ഇതൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നത് കോൺസണൻറ്റ് സൗണ്ട് വെച്ചായതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം യൂസ്ഡ് ബിഫോർ കോൺസണൻറ്റ് സൗണ്ട്. നിങ്ങളെല്ലാം പ്രൊനൗൺസ് ചെയ്ത് നോക്കണം, ലെറ്റർ കണ്ടപാട് പോയി എഴുതാൻ പാടില്ല, പ്രൊനൗൺസ് ചെയ്ത് നോക്കണം ഏത് വേർഡായാലും. ആൻ, ഇനി ആൻഡ് യൂസ് നോക്കുക. ആൻ ഈസ് യൂസ് ബിഫോർ എ വവൽ സൗണ്ട്. ഒരു വവൽ സൗണ്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ആന യൂസ് ചെയ്യുക. വവൽസ് ഏതൊക്കെയാണ്? AEIOU, പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷനാണ് നോക്കേണ്ടത്. ആൻ ആൻഡ്, ആൻ ആക്സ്, ആൻ ഓറഞ്ച്. അടുത്ത നോക്കുക, ആൻ ആർ, ആൻ ഓണസ്റ്റ് സെർവൻറ്റ്, ആൻ ഓണറബിൾ മാൻ. ഇവിടെ എച്ച് ആണല്ലേ, ആർ, ഓണസ്റ്റ് സെർവൻറ്റ്, ഓണറബിൾ മാൻ, ഇവിടെയൊക്കെ എച്ച് ആണ് വരുന്നതെങ്കിലും ഈ വേർഡ്സിലൊക്കെ എച്ച് സൈലൻ്റ് ആണല്ലേ. എച്ച് കോൺസണൻ്റ് ആണ്, പക്ഷേ എച്ച് സൈലൻ്റ് ആയതുകൊണ്ട് തന്നെ ഒ എന്ന പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. അപ്പം ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? വവലാണല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്? ആറിൻ്റെ കൂടെ, ഓണസ്റ്റ് സെർവൻറ്റിൻ്റെ കൂടെ, ഓണറബിൾ മാൻ്റെ ഒക്കെ കൂടെ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യുക. റീസൺ മനസ്സിലായില്ലേ? നമ്മൾ ഇവിടെ ഹവർ എന്നല്ല വായിക്കുക, കാരണം എച്ച് സൈലൻ്റ് ആയതുകൊണ്ട് നമ്മൾ ആർ എന്നാണ് വായിക്കുക. അതുപോലെ ഹോണസ്റ്റ് എന്നല്ല, ഓണസ്റ്റ് എന്നാണ് വായിക്കുക. ഹോണറബിൾ അല്ല, ഓണറബിൾ. അപ്പോൾ എച്ച് സൈലൻ്റ് ആയതുകൊണ്ട് തന്നെ ഒ എന്ന പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. അപ്പോൾ വവൽ സൗണ്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആൻ യൂസ് ചെയ്യും. ഇനി നമ്മുടെ ദ. വി യൂസ് ദ ബിഫോർ എനി നൗൺ വെൻ വി വാണ്ട് ടു പെർട്ടിക്കുലറൈസ് ഇറ്റ്. നമുക്ക് ഏതൊരു നൗണിനെയും പെർട്ടിക്കുലറൈസ് ചെയ്യണമെങ്കിൽ, പ്രത്യേകമായി എടുത്തു കാണിക്കണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ദ ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, വി ലോസ്റ്റ് ദ ബോൾ വിത്ത് വിച്ച് വി വെയർ പ്ലേയിങ്. വി ലോസ്റ്റ് എ ബോൾ എന്ന് പറയാം. വി ലോസ് ദ ബോൾ എന്ന് പറയുമ്പം അവിടെ ഒരു പ്രത്യേക ഏത് ബോളാണെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ. വി ലോസ് ദ ബോൾ വിത്ത് വിച്ച് വി വെയർ പ്ലേയിങ്. നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ബോളാണ് കളഞ്ഞു പോയത്. അപ്പം നമ്മൾ ഏത് ബോൾ കൊണ്ടാണോ കളിച്ച് ആ ബോളാണ് കളഞ്ഞു പോയത് അല്ലേ. അപ്പോൾ ഏത് ബോളാണെന്ന് എടുത്ത് പറയുന്നുണ്ടല്ലേ. അപ്പം ദ എപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മൾ ഏതെങ്കിലും ഒരു നൗണിനെ കുറിച്ച്, ഇവിടെ ബോൾ എന്ന നൗണിനെ കുറിച്ചാണ് എടുത്ത് കാണിക്കുന്നത്. ഏത് നൗണാണെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പം ആ ബോളിനെ കുറിച്ച് കൃത്യമായി ഡീറ്റെയിൽസ് തരുന്നുണ്ടെങ്കിൽ, അങ്ങനെ പെർട്ടിക്കുലറൈസ് ചെയ്ത് പറയണമെങ്കിൽ നമ്മൾ ദ യൂസ് ചെയ്യും. നെക്സ്റ്റ് എക്സാമ്പിൾ, ക്ലോസ് ദി വിൻഡോ ഓൺ യുവർ ലെഫ്റ്റ്. ക്ലോസ് ദി വിൻഡോ ഓൺ യുവർ ലെഫ്റ്റ്. ദ വിൻഡോ ഓൺ യുവർ ലെഫ്റ്റ് അല്ലേ, ലെഫ്റ്റിലുള്ള വിൻഡോ. ഇപ്പോൾ മനസ്സിലായില്ല, വിൻഡോനെ കുറിച്ച്, വിൻഡോ എന്ന നൗണിനെ കുറിച്ച് എടുത്ത് പറയുകയാണ്. അപ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യും. അപ്പം ദ എങ്ങനെയാണ് ഫസ്റ്റ് കേസിൽ യൂസ് ചെയ്യുക? ഒരു നൗണിനെ നമുക്ക് പെർട്ടിക്കുലറൈസ് ചെയ്യണമെങ്കിൽ, അതിനെ പ്രത്യേകമായി ഏതാണെന്ന് എടുത്ത് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. പിന്നെ വി യൂസ് ദ വിത്ത് സൂപ്പർലേറ്റീവ്സ്. സൂപ്പർലേറ്റീവ്സ് ആണെങ്കിൽ നമ്മൾ ദ യൂസ് ചെയ്യും. സൂപ്പർലേറ്റീവ്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ? മോസ്റ്റ് ഇൻ്റലിജൻറ്റ്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അപ്പോൾ സൂപ്പർലേറ്റീവ്സ് വരുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യും. ഹീ ഈസ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ബോയ് ഓഫ് എ ക്ലാസ്. ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ്, കണ്ടോ, ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ്. ഇപ്പോൾ സൂപ്പർലേറ്റീവ് ആയതുകൊണ്ട് തന്നെ, മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സൂപ്പർലേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പർലേറ്റീവ്സിനോട് എപ്പോഴും ദ യൂസ് ചെയ്യും. വി യൂസ് ദ വിത്ത് വേർഡ്സ് ലൈക്ക് ഫസ്റ്റ്, ലാസ്റ്റ്, ഓൺലി. ഫസ്റ്റ്, ലാസ്റ്റ്, ഓൺലി എന്ന വേർഡ്സ് വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ദ യൂസ് ചെയ്യും. ഹൂ ഈസ് സിറ്റിംഗ് ഓൺ ദി ലാസ്റ്റ് ബെഞ്ച്. ദ ലാസ്റ്റ് ബെഞ്ച് എന്ന് പറയാം. ദ ഫസ്റ്റ് എന്ന് പറയാം. ദ ഓൺലി എന്നാണ് പറയാം. വി യൂസ് ദ വിത്ത് കോമൺ നൗൺ വെൻ ദാറ്റ് നൗൺ റെപ്രസെൻറ്റ്സ് ദ ഹോൾ ക്ലാസ്. കോമൺ നൗൺ എന്താ? ഒരു ഫുൾ ഗ്രൂപ്പിനെ കാണിക്കുന്നല്ലേ. അപ്പോൾ ഫുൾ ഗ്രൂപ്പിനെ കാണിക്കുന്ന ഒരു കോമൺ നൗൺ എഴുതുകയാണെങ്കിൽ അവരുടെ ദ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ദ ലോട്ടസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറയുമ്പം എൻ്റെ കയ്യിലുള്ള ലോട്ടസിനെ കുറിച്ചല്ല, ഫുൾ ലോട്ടസിൻ്റെ ഫുൾ ഫാമിലിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. എല്ലായിടത്തുള്ള ലോട്ടസും ബ്യൂട്ടിഫുൾ ആണ് എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഫുൾ ഹോൾ ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോമൺ നൗണിൻ്റെ കൂടെ ദ യൂസ് ചെയ്യും. വിത്ത് നൗൺസ് ലൈക്ക് എർത്ത്, മൂൺ, സൺ, സ്കൈ. സ്കൈ, എർത്ത്, മൂൺ, സൺ ഇവരുടെയൊക്കെ കൂടെ നമ്മൾ ദ യൂസ് ചെയ്യും. ദർ വർ നോ ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. ഇൻ ദ സ്കൈ എന്നാണ് പറയുക. വി യൂസ് ദ വിത്ത് നെയിംസ് ഓഫ് റിവേഴ്സ്, സീസ്, ഓഷ്യൻ. നമ്മൾ സീ, റിവർ, ഓഷ്യൻ്റെ പേരിൻ്റെ കൂടെയൊക്കെ ദ യൂസ് ചെയ്യും. ദ അറേബ്യൻ സീ, ദ ബേ ഓഫ് ബംഗാൾ. വിത്ത് നെയിംസ് ഓഫ് മൗണ്ടെയിൻ റേഞ്ചസ്. മൗണ്ടെയിൻ റേഞ്ചസ് ഇല്ലേ, അവരുടെ കൂടെയൊക്കെ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. ദ ഹിമാലയാസ് അങ്ങനെയാണ് പറയാം. വിത്ത് നെയിംസ് ഓഫ് ഹോളി ബുക്സ്. ഹോളി ബുക്സ് ഇല്ലേ, ഹോളി ബുക്സിൻ്റെ കൂടെ നമ്മൾ ദ യൂസ് ചെയ്യും. ദ മഹാഭാരത, ദ രാമായണ അങ്ങനെയാണ് പറയാം. വിത്ത് നെയിംസ് ഓഫ് ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ദ യൂസ് ചെയ്യും. ദ ഹിന്ദുസ്ഥാൻ ടൈംസ്, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്. അതുപോലെ ട്രെയിനിൻ്റെ പേരില്ലേ, ട്രെയിൻ, നെയിം ഓഫ് ട്രെയിൻസിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഷിപ്പിൻ്റെ പേര്, എയ്റോപ്ലെയിൻ്റെ പേര്, അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. ദ രാജധാനി എക്സ്പ്രസ്.
വിത്ത് നെയിംസ് ഓഫ് വെൽ നോൺ ബിൽഡിങ്സ്. നല്ല ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ദ യൂസ് ചെയ്യണം. ദ താജ്മഹൽ, ദ കുത്തബ് മിനാർ, അങ്ങനെ പറയണം. മധു ഈസ് ദി ഓൺലി സൺ ഓഫ് മൈ അങ്കിൾ. ദി ഓൺലി, കണ്ടോ ഓൺലി വന്നപ്പോൾ ദ യൂസ് ചെയ്തു. ഷീ വാസ് സിറ്റിംഗ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്. ദ ലാസ്റ്റ് വന്നപ്പോൾ ദ യൂസ് ചെയ്തു. ദി റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ദ റോസ് എന്ന് യൂസ് ചെയ്തു. റോസ്, കാരണം ഇവിടെ റോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫുൾ റോസ് ഫ്ലവറിനെ കുറിച്ചാണ്. ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ദി എർത്ത്, ദ സൺ. ദ സ്കൈ വാസ് ഡാർക്ക്. ദ സ്കൈ. ദ നർമദ ഫോൾസ് ഇൻ ടു ദി അറേബ്യൻ സീ. നർമദ അറേബ്യൻ സീ, റിവർ ഓഷ്യൻ്റെ ഒക്കെ പേരാണ്, സീൻ്റെ പേരാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റീച്ച് ദി ആൽപ്സ്. ദി ആൽപ്സ് എന്ന് പറയുമ്പം മൗണ്ടൈൻ്റെ പേരായി അല്ലേ. We read the Times of India. Times of India. We visited the Taj Mahal last week. The Taj Mahal. ഇനി ഒമിഷൻ ഓഫ് ദി ആർട്ടിക്കിൾ, അതായത് എവിടെയൊക്കെയാണ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തത്, അതാണ് നമ്മൾ നോക്കേണ്ടത്. നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് വിത്ത് പ്രോപ്പർ നൗൺ. സാധാരണ ആൾക്കാർ ചിലപ്പോൾ പ്രോപ്പർ നൗണിൻ്റെ കൂടെ ദ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ആർട്ടിക്കിളും നമ്മൾ പ്രോപ്പർ നൗണിൻ്റെ കൂടെ യൂസ് ചെയ്യില്ല. കാരണം പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലും ഒരു പേരായിരിക്കും അല്ലേ. അപ്പോൾ സാധാരണ പേരിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല, ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. അശോക വാസ് എ ഗ്രേറ്റ് റൂളർ. അശോക വാസ് എ ഗ്രേറ്റ് റൂളർ എന്നാണ് പറയുക. ദ അശോക എന്നോ അശോക എന്നും പറയാൻ പാടില്ല. ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ദ ന്യൂഡൽഹി എന്ന് പറയില്ല, ദ ഇന്ത്യ എന്നും പറയില്ല, കാരണം അവരൊക്കെ പ്രോപ്പർ നൗൺ ആണ്. നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് വിത്ത് അബ്സ്ട്രാക്ട് നൗൺ. നമ്മുടെ അബ്സ്ട്രാക്ട് നൗൺ ഇല്ലേ, ഫീലിംഗ് ഒക്കെ കാണിക്കുന്ന നൗൺ, ആ അബ്സ്ട്രാക്ട് നൗൺസിന് കൂടി നമ്മൾ ഒരിക്കലും ആർട്ടിക്കിൾ യൂസ് ചെയ്യരുത്. ബ്യൂട്ടി പ്ലീസസ് അവർ ഐസ്. ബ്യൂട്ടി എന്ന് പറയുള്ളൂ, ദ ബ്യൂട്ടി എന്ന് പറയില്ല. No article is used with gold, silver, water, etc. which name material. മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ, ഒരു നൗണിൻ്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ ഗോൾഡ്, സിൽവർ, വാട്ടർ എന്നൊക്കെ ഒരു മെറ്റീരിയലാണ് അല്ലേ, സബ്സ്റ്റൻസ് ആണ്. അവരുടെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ഗോൾഡ് ഈസ് എൻ എക്സ്പെൻസീവ് മെറ്റൽ. ഗോൾഡ് ഈസ് എൻ എക്സ്പെൻസീവ് മെറ്റൽ എന്ന് പറയുള്ളൂ, പക്ഷേ ദ ഗോൾഡ് എന്ന് പറയില്ല. വെനെവർ എ നൗൺ ഈസ് പെർട്ടിക്കുലറൈസ്ഡ്, ദ ഈസ് യൂസ്ഡ്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ഏത് നൗണിനെയും പെർട്ടിക്കുലറൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ദ യൂസ് ചെയ്യും. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. ദ വാട്ടർ ഇൻ ദിസ് ടാങ്ക് ഈസ് കോൺടാമിനേറ്റഡ്. പിന്നെ ഞാൻ പറഞ്ഞു വാട്ടർ എന്നൊരു മെറ്റീരിയലിൻ്റെ കൂടെ ദ യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടോ, ദ വാട്ടർ ഇൻ ദിസ് ടാങ്ക് ഈസ് കണ്ടാമിനേറ്റഡ്. ഇവിടെ എന്തിനാണ് ദ വാട്ടർ എന്ന് യൂസ് ചെയ്തത്? കാരണം ഇവിടെ ഏത് വാട്ടറാണെന്ന് അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദ വാട്ടർ എന്നാണ് പറഞ്ഞത്. ദ വാട്ടർ ഇൻ ദിസ് ടാങ്ക്, ഈ ടാങ്കിലുള്ള വാട്ടർ കണ്ടാമിനേറ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പം ആ ടാങ്കിലുള്ള വാട്ടർ ആണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പർട്ടിക്കുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ നമുക്ക് മെറ്റീരിയൽസിൻ്റെ കൂടെയും യൂസ് ചെയ്യേണ്ടി വരും. അത് ആ സെൻറ്റൻസിനനുസരിച്ചിരിക്കും. വെൻ വി സേ ഇംഗ്ലീഷ്, ഇറ്റ് മീൻസ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമ്മൾ ഇംഗ്ലീഷ് എന്ന് നോർമലി ഒരു ആർട്ടിക്കിളും ഇല്ലാതെ പറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മുടെ നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ്. ബട്ട് വെൻ വി സേ ദ ഇംഗ്ലീഷ്, ഇറ്റ് മീൻസ് ദ ഇംഗ്ലീഷ് പീപ്പിൾ. നമ്മൾ ദ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് പീപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആർട്ടിക്കിൾസ് എ ആൻഡ് ദ.